ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും മല്ലു നഴ്സറി ഗാർഡനിലേക്ക് സ്വാഗതം. നാം ഇന്ന് പരിചയപ്പെടുന്നത് ചെമ്പരത്തി ഇനത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. അപ്പോൾ ഇത് കാണാൻ ചെമ്പരത്തി പോലെ ഇരിക്കുന്നെങ്കിലും വെണ്ടയുടെ പൂവും ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ഇത് കാണാൻ നല്ല ഭംഗിയാണ്. ഇതിപ്പം ഇങ്ങനെ ചെരിഞ്ഞ് ഒരു പ്ലാന്റ് കിടക്കുന്നത് എന്താണ് ഇങ്ങനെ ഇവിടെ വെച്ച് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതിനെ കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. രണ്ട് രീതിയിൽ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം. ഒന്ന് വിത്ത് വഴി പ്രൊപ്പഗേറ്റ് ചെയ്യാം, എന്നിട്ട് ഈ കൊമ്പ് മുളപ്പിച്ച് എടുക്കാം. ഇത് നമ്മുടെ ഗാർഡനിലൊക്കെ നല്ല ഭംഗിയുള്ള ഒരു ചെടിയായിട്ട് നമുക്ക് സൂക്ഷിച്ച് വളർത്താം. അപ്പോൾ ഇത് വിത്തിൽ മുളച്ച ഒരു തൈയാണ്. ഇത് വിത്തല ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചോട്ടിൽ നിന്ന് എനിക്ക് മുളച്ച് കിടന്നത് കിട്ടിയതാണ്. അപ്പോൾ അതിനെ ജസ്റ്റ് ഒന്ന് നട്ട് വയ്ക്കാം. ആദ്യം ഈ കാണുന്ന വലിയ പ്ലാന്റുകളും വിത്തിൽ മുളച്ച് കിട്ടിയതാണ്. ഓരോ സമയത്ത് മുളച്ച് കിട്ടിയതിനെ ഞാനിങ്ങനെ മാറ്റി മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ നടിയിൽ നോക്കാം. അപ്പോൾ ഇതിന് ഞാൻ പ്രത്യേക മിക്സറൊന്നും വെച്ചിട്ടില്ല. ഇതിൽ ചാണകപ്പൊടിയോ മറ്റോ ഒന്നുമില്ല. ഇത് മണ്ണും ശകലം മണലും മാത്രം മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് മുളച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇത്രയും ചെറിയ പീസായിട്ട് നമുക്ക് നട്ടാലും മുളച്ച് കിട്ടും. പക്ഷെ തണലിൽ വയ്ക്കണമെന്നുള്ളതേ ഉള്ളൂ. നല്ല തണലിൽ വച്ചാൽ ഒരു 2-3 ദിവസം വാടി എങ്ങനെ ഇരിക്കും. അത് കഴിയുമ്പോൾ ചെറിയ പച്ചപ്പെടും. എന്തായാലും 2 ആഴ്ച ആകുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു ചെടിയായിട്ട് മാറും. ഇത് നമ്മുടെ സാഫിൻ്റെ മിക്സറാണ്. അതിനൊന്ന് മുക്കിയതിന് ശേഷം അതിൽ പുഴു ഇരിപ്പുണ്ട്. ഇല്ല, പുഴു മരുന്നൊന്നും കൂടുതൽ അങ്ങനെ അടിക്കാറില്ല. വിഷം അടിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ പുഴു വരുന്നത്. കണ്ടില്ലേ, കുഞ്ഞു പുഴു ഇരിപ്പുണ്ട്. ഇതും അങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ പ്ലാന്റ് ഫ്ലവർ ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും ഒരു വീഡിയോ കാണിക്കുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് പങ്കുവയ്ക്കാം. അപ്പോൾ ഇപ്പോഴത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.